8 ബൾബുകൾ. എന്താണ് ആ കണ്ണുകൾ പറയുന്നത്? കർത്താവേ, നീ ലോകം മുഴുവൻ്റെയും പാപം മോചിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവൻ തളർന്നു, ഇവന് കഴിവില്ല, ഇവന് വിശ്വാസമില്ല, എന്നാൽ ഇവൻ പാപിയാണ്. ഇതാ അങ്ങിവനെ സ്വീകരിച്ചാലും. അവിടെ എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആരെങ്കിലും ഒന്ന് പറയാമോ? അതിനുശേഷം എന്താ എഴുതിയിരിക്കുന്നത്? അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, ഈ തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല. മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ തളർവാദി മാമോദിസ സ്വീകരിച്ച ആളാണോ? അല്ല. അവൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അവനെങ്ങനെ സ്വർഗം കിട്ടും? അവനെങ്ങനെ രക്ഷ കിട്ടും? അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു എന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞറിയാവുന്നവർ എന്ത് പറഞ്ഞു തളർവാദ രോഗിയോട്? എന്ത് പറഞ്ഞു? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെന്ത് പറഞ്ഞു? പിന്നെന്ത് പറഞ്ഞു? വേണ്ടോ? പിന്നെന്ത് പറഞ്ഞു? എഴുന്നേറ്റ് കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. വേറെ ഒരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾക്ക് പഠിക്കണം എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ല. ഇനിമേൽ പാപം ചെയ്യുന്ന അവിടെയല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചോ? അപ്പൊ ഈ ബൈബിള് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ വാക്കുകളെ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയട്ടെ. മകനേ. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു വാക്ക് എന്താണെന്നറിയാമോ? മകനേ. അതല്ലേ ഏറ്റവും പ്രധാനമില്ലേ? ഈ വിജാതീയനായ വിശ്വാസിയല്ലാത്ത തളർന്ന പാപിയായ അവനെ കർത്താവ് ഈശോ മിശിഹ എന്താ അവനോട് പറയുന്നത്? മകനേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കട്ടിലും എടുത്ത് പോകുക. ഇതെല്ലാം ആ കട്ടിലെടുക്കുക എന്ന് പറഞ്ഞാൽ നീ അങ്ങ് ഉയർക്കടാ മോനെ, നീ അങ്ങ് ഉയർക്ക്, നീ അങ്ങ് ഉയർക്ക്. നീ ഇനി തളർന്നു കിടക്കാനുള്ളവനല്ല, നീ അങ്ങ് ഉയർക്കടാ മകനേ. ഓ, എന്തോ ഒരു കരുണയാണ് ഈ പാപിയും. എന്തോരം പാപം അവൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവൻ തളർന്നു പോയതെങ്കിലും ഇവിടെ ആ പാപത്തിന്റെ ഒരു കണക്കും ഈശോ പറയുന്നില്ല. മകനേ, ഇതാണ് കരുണ, വാത്സല്യം. ഇതാണ് ദൈവത്തിന്റെ ഹൃദയം. പക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പിശാചാണ്. ഇപ്പൊ ഇവിടെ മറ്റൊരു പിശാചു ബാധയാണ്, അവന്റെ പിശാച് ഒഴിപ്പിച്ചാൽ ശരിയാവും. ഭയങ്കര ഒരു ബന്ധന പ്രാർത്ഥനയും ബഹളവും. ഇതല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിശാചിനെ ഒഴിപ്പിക്കണം. പിശാചിനെ ആരും ഒഴിപ്പിച്ചിരിക്കുന്നു? കർത്താവ് ഈശോ മിശിഹ കുരിശിൽ എന്താ ചെയ്തത്? സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കിൽ പല സ്ഥലത്തും ഈശോ പിശാചിനെ ഒഴിപ്പിച്ചതായിട്ടും പിശാചിനെ ഒഴിപ്പിക്കണമെന്നും ബന്ധിക്കണമെന്നും പറയുന്നുണ്ട്. ചിലയിടത്ത് ഇതും പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ബന്ധിച്ചു കഴിഞ്ഞ് അവൻ പുറത്തു പോയാൽ അവൻ മറ്റേഴ് പിശാചുമായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലത്തും പിശാച് ഒഴിപ്പിക്കണ ശുശ്രൂഷ നടക്കുന്നിടത്ത് കൂടുതൽ ആളുകൾ വരും. എന്തുകൊണ്ടാ? ഒരു പ്രാവശ്യം ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 7 പേരെയും കൊണ്ട് കൂട്ടുവരും. ഞാൻ പറയുന്നത് അവരെ വിമർശിക്കാനൊന്നും അല്ല പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ രഹസ്യം വിശ്വാസമാണ്. കർത്താവ് പരസ്യ ജീവിതത്തിൽ ചെയ്തതെല്ലാം കർത്താവിന്റെ കുരിശിൽ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു നമുന, ഒരു ഉദാഹരണങ്ങളാണ്. ഇതൊക്കെയാണ് ഞാൻ കുരിശിൽ ചെയ്യാൻ പോകുന്നത്. പിശാചിന്റെ സകല പ്രവർത്തനത്തെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അത് നശിപ്പിച്ചോ? പിശാചിന്റെ സകല പ്രവർത്തനത്തെയും നശിപ്പിച്ചോ? നമുക്കിപ്പോഴും വിശ്വാസമില്ല. നമ്മളിപ്പോഴും വിചാരിക്കണത് മാമോദീസായിൽ തന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല.
മാമോദീസായിലൂടെ ഈ ത്രിത്വൈക ദൈവം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിലും, ജീവന്റെ അടയാളത്താൽ നമ്മൾ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും, നമ്മളിപ്പോഴും വിചാരിക്കുന്നത് പിശാചും നമ്മളിലുണ്ടെന്നാണ്. ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയുടെ അകത്ത് എങ്ങനെ പിശാചിന് കയറാൻ പറ്റും? പക്ഷെ അവനിൽ ബലഹീനതകൾ ഉണ്ടാകാം, അവനിൽ കുറവുകൾ ഉണ്ടാകാം, അവനിൽ പല പാപങ്ങളും ഉണ്ടാകാം. പക്ഷേ അതെല്ലാം പിശാചാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പിശാചിനെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്, കർത്താവ് ശംശയല്ല. മത്തായി, മർക്കോസ്, ലൂക്ക് 3 സുവിശേഷങ്ങളിൽ മാത്രമേ പിശാചിനെ ബഹിഷ്കരിക്കുന്ന കാര്യങ്ങളുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒറ്റ സ്ഥലത്തും പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഒരു സംഭവമില്ല. അതൊരു പുതിയ അറിവാണല്ലേ, വായിച്ചു നോക്ക്. എന്തുകൊണ്ടാ? യോഹന്നാൻ സിദ്ധാന്തം ഇതാണ്: വിശ്വസിക്കുമ്പോൾ കർത്താവ് നിന്നിൽ പൂർണ്ണമായിട്ട് നിറയുന്നു. അപ്പോൾ കർത്താവ് നിന്നിലുള്ള പിശാചിനെ, കർത്താവ് നിറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് എന്തിനാ വന്നത്? ഞാൻ ഇവിടെ എപ്പോഴും ഇങ്ങനെ കുരിശുണ്ടെന്നുള്ള ഒരു, കർത്താവ് എന്തിനാ വന്നത്? കർത്താവ് വന്നത് പിശാചിന്റെ സകല പ്രവർത്തനത്തെയും, പറയൂ, സകല പ്രവർത്തനത്തെയും നശിപ്പിക്കാൻ വേണ്ടിയാണ്. അത് കർത്താവ് തൻ്റെ പീഠാനുഭവത്തിലൂടെ ചെയ്തു. അങ്ങനെ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഒരു വേലയാണ് ഈശോ ചെയ്തതെങ്കിൽ ഈ യൂദാസിലുണ്ടായിരുന്ന പിശാചിനെ അങ്ങ് ബഹിഷ്കരിക്കായിരുന്നില്ലേ? യൂദാസിൽ പിശാച് കയറുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈശോ? ആണോ അല്ലയോ? ഈശോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ യൂദാസിൽ പിശാച് കയറുന്നത്? ഈശോ അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞു, അവനോട് പറഞ്ഞു, സ്നേഹിത വാ, നമുക്കൊരുമിച്ച് ഈ താലത്തിൽ മുക്കി അപ്പം കഴിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിച്ച് താലത്തിൽ മുക്കുന്നത്. എന്തിനാ? നമ്മൾ തമ്മിലുള്ള സ്നേഹം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. വീട്ടുകാരും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധുക്കളുടെ അടുത്തേക്ക് പോയി എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പം അവസാനിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്നേഹിതൻ എന്താ ചെയ്യാൻ പോണേന്ന് ഈശോനറിയാം, ഇല്ലേ? അതറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സ്നേഹിത വരുവിൻ. അപ്പം മുറിച്ച് അവൻ ഭക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നീ ചെയ്യാനുള്ളത് ചെയ്യുക, ഇനി നീ പോയി ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവന് അനുവാദം കൊടുക്കുകയാണ്. അതുവരെ അവനത് ചെയ്യാൻ പറ്റില്ല. പിശാചിന് അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ പിശാച് അവനിൽ പ്രവേശിച്ചു. പിശാചിന്റെ പ്രവർത്തനം ദൈവത്തിന്റെ അനുവാദത്തിലൂടെ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഇന്നലെ ഞാൻ വായിച്ചു, ഇവിടെ 395 ഖണ്ഡികയിൽ പറയുന്നത്, CCCയിൽ, പിശാച് ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പിശാച് എങ്ങനെയാ സൃഷ്ടിയായത്? പിശാചിനെ ദൈവം സൃഷ്ടിക്കുകയല്ല, മാലാഖമാരെയാണ് ദൈവം സൃഷ്ടിച്ചത്. ആ മാലാഖമാർ പിശാചായി മാറി. പ്രൈസ് ദി ലോർഡ്. എടുത്തത് തന്നെ അത് കിട്ടി. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ഈ ഒറ്റ കാര്യം മനസ്സിലാകുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പിശാചിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പിശാച് ഒരു സൃഷ്ടിയാണ്, ദൈവമാരാണ് സൃഷ്ടാവ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാ? സൃഷ്ടാവായ ദൈവം. ആ ദൈവം പിശാചിന്റെ സകല പ്രവർത്തനത്തെയും കുരിശിൽ പരാജയപ്പെടുത്തി. കുരിശിൽ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് ഈ പിശാച് തന്നെയാണ് ജൂദാസിലും. ഈവൻ പത്രോസ്, കർത്താവ് പറഞ്ഞു, പത്രോസേ, പിശാച് നിന്നെ ഗോതമ്പ് പാറ്റുന്ന മാതിരി പാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിക്കും. ഞാൻ ഒരിക്കലുമില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ തിരസ്കരിക്കില്ല. കർത്താവിന് അത് ഒഴിവാക്കാമായിരുന്നോ? ഒഴിവാക്കിയില്ല. കാരണം അത് ആവശ്യമാണ് കർത്താവിന്.
പീലാത്തോസ് ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ അതിനെ ബഹിഷ്കരിക്കായിരുന്നില്ലേ? ബഹിഷ്കരിച്ചില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, കർത്താവ് ഇത്രയും കരുണയൊക്കെ ആണെങ്കിലും ഈ ചമ്മട്ടി അടിയും ഈ തിരസ്കരണങ്ങളും ഈ വഞ്ചനയും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത് പിശാചിനെ കൊണ്ടായിരിക്കാം ചെയ്യുന്നത്, പക്ഷെ കർത്താവ് അനുവദിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ കരുണ ഒഴുകിയതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് 1850-51 ഇപ്പോൾ എടുത്ത് വായിക്കാൻ സമയമില്ല കേട്ടോ. 1850-51 ഭാഗത്ത് CCCയിൽ പറയുന്നുണ്ട്, പിശാചിൻ്റെ അല്ലെങ്കിൽ പാപം അതിൻ്റെ ഏറ്റവും വലിയ പ്രകടനം നടത്തുന്ന സമയത്ത്, പാപം അതിൻ്റെ ഏറ്റവും വലിയ പ്രകടനം നടത്തുന്ന സമയത്ത് ആ ഒറ്റ രാത്രിയിൽ ഈശോയെ പിശാചും പാപവും കൂടി ചേർന്ന് സകല വിധത്തിലും ഈശോയെ ഞെരുക്കുന്ന നിമിഷത്തിൽ അപ്പോഴാണ് ഈശോ അത് സ്വീകരിച്ച് അത് കുഞ്ഞാടിനെ അറക്കുന്ന ബലിയായിട്ട് അതിനെ മാറ്റി. യേശുവാകുന്ന ദിവ്യ കുഞ്ഞാട് മുറിക്കപ്പെടുന്നതിനും ബലി അർപ്പിക്കപ്പെടുന്നതിനും ഇവരെല്ലാവരും ആവശ്യമായിരുന്നു. ആ സമയത്ത് വിസ്മയനീയമായ രീതിയിൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും കരുണ ലോകം മുഴുവനിലേക്കും ഒഴുകി എന്നതാണ് രഹസ്യം. പാപം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ നടത്തുമ്പോൾ പിശാചിലൂടെയും പാപത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാവിധത്തിലും യേശു പീഡിപ്പിക്കപ്പെടുന്ന നിമിഷത്തിൽ വഞ്ചനയിലൂടെ, തിരസ്കരണത്തിലൂടെ, ചമ്മട്ടിയടിയിലൂടെ, മുഖത്ത് കാർപ്പിച്ച് തുപ്പുന്നതിലൂടെ, ചാട്ടവാറടിയിലൂടെ, മുൾമുടി, ഇതെല്ലാം ഈശോ അങ്ങ് മിണ്ടാതെ സ്വീകരിക്കുകയാണ്. എടാ പിശാചേ, നിന്റെ പ്രവർത്തനത്തെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് അത് എന്നെ ബലിയർപ്പിക്കാൻ വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു. ഈ ബലിയർപ്പണ സമയത്ത് ഹൃദയത്തിൽ നിന്നും കരുണയുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ഒഴുകിയിട്ട് തന്നെ പീഡിപ്പിച്ചവരെ തന്നെ സ്നേഹിച്ചുകൊണ്ട്, പിതാവേ അവരോട് ക്ഷമിക്കണേ. ഈ അവസ്ഥയാണ് പിശാചിനെ പരാജയപ്പെടുത്തിയ അവസ്ഥ. അതാണ് പിശാചിനെ പരാജയപ്പെടുത്തിയ അവസ്ഥ. കുരിശ് കണ്ട പിശാച് ഓടും എന്ന് പറയുന്നത് വിസിബിളായിട്ടുള്ളൊരു കുരിശ് കാണുന്നതിലൂടെയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പീഠാനുഭവത്തിലൂടെയാണ്. ഈ അവസ്ഥ എല്ലാ ക്രിസ്ത്യാനിയിലും ഭാഗികമായിട്ട് കർത്താവ് പകരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. നിന്റെ സ്വന്തം കുരിശ്, അതായത് ഞാനീ അനുഭവിക്കുന്ന മാതിരി എല്ലാ ക്രിസ്ത്യാനിയും ഒരു കാലഘട്ടത്തിലെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കും. അവർ തിരസ്കരിക്കപ്പെടും, അവർ വഞ്ചിക്കപ്പെടും, അവരേറ്റവും സ്നേഹിക്കുന്ന വ്യക്തി തന്നെ അവരെ വഞ്ചിക്കും. ഭാര്യയാകാം, ഭർത്താവാകാം, അപ്പനാകാം, അമ്മയാകാം, മക്കളാകാം. ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഞ്ചന ഉണ്ടാകും. ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ വിഷമിക്കണ്ട. അത് ഈശോ അനുഭവിച്ച ആ വഞ്ചനയെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് ഈ കരുണയും വിശ്വാസവും അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കി കാറി കൂകി ലോകം മുഴുവൻ അറിയിച്ചിട്ടൊരു കാര്യമില്ല. അതിനെ പന്നീനെ കൊല്ലുന്ന മാതിരിയാവും. കർത്താവിനെ കൊന്നത് പന്നീനെ കൊല്ലുന്ന മാതിരിയല്ല, ആടിനെ കൊല്ലുന്ന മാതിരിയാന്ന് പറഞ്ഞു. ആടിനെ കൊല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആട് ഉരിയാടുന്നില്ല. പന്നീനെ കൊല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പന്നി ലോകം മുഴുവൻ അറിയിക്കുന്നു. ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുമ്പോൾ
അവൻ ഈശോയുടെ ആ പീഠാനുഭവത്തെ മനസ്സിൽ കാണുമ്പോൾ അവൻ മിണ്ടാണ്ടത്, അവൻ ഈശോയ്ക്ക് വേണ്ടി അത് സഹിക്കണം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴാണ് കരുണ ഒഴുകുന്നത്. ഈശോയുടെ വിലാപ്പുറത്തൊരാൾ കുത്തി. ഇത് നടന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു ദിവസം എനിക്ക് വളരെ വേദനിപ്പിക്കുന്നൊരു അനുഭവം ഒരാളിൽ നിന്നുണ്ടായി. ഒരു കാരണവുമില്ലാതെ ഒരാൾ എന്നെ അങ്ങ് ഭയങ്കരമായി തെറി പറയുകയും അവഹേളിക്കുകയും ചെയ്തു. ഞാനതെല്ലാം കേട്ടപ്പോൾ ശരിക്കും നെഞ്ചിൽ കുത്തുന്ന ഒരു അനുഭവം എനിക്ക് തോന്നി. ഞാൻ ഫോൺ വയ്ക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഫോൺ കട്ട് ഓഫ് ചെയ്യായിരുന്നു. ഞാൻ വെച്ചില്ല. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അയാളത് പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് ഈശോയുടെ ചങ്കിൽ കുത്തിയ ഭാഗമാണ്. ഓ ഈശോയെ, ഇതത് തന്നെയാണല്ലോ എൻ്റെ ചങ്കിൽ കുത്തിയ ഈ വേദന. അങ്ങയുടെ ചങ്കിൽ കുത്തിയ ആ വേദനയോട് ഞാൻ ചേർക്കുന്നു. അങ്ങയുടെ ചങ്കിൽ കുത്തിയപ്പോൾ അവിടെ നിന്നും ഒഴുകിയ രക്തവും ജലവും അതിൻ്റെ ഒരു തുള്ളി ആ കുത്തിയ ആളുടെ കണ്ണിൽ വീണു എന്നാ പറയണേ. അയാൾ ഒരു കണ്ണ് പൊട്ടനായി, ഒരു കണ്ണ് കുരുടനായിരുന്നു. ലൊങ്കീനോസ് എന്നാണ് അയാളുടെ പേര്. ആ ഒരു ഈശോവിൻ്റെ ചങ്കിൽ കുത്തിയപ്പോൾ ആ ഒരു തുള്ളി ചോര അവൻ്റെ കണ്ണിൽ വീണപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. ഇതാണ് കരുണ. ഇതെൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പുതിയ ഉൾക്കാഴ്ചയായിട്ട് എനിക്ക് കിട്ടി. ദൈവമേ, എന്നെ ഇതുപോലെ പീഡിപ്പിച്ച, എന്നെ ഇതുപോലെ അവഹേളിച്ച ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയുടെ ചങ്കിൽ കുത്തിയവൻ്റെ കണ്ണിലേക്ക് അങ്ങ് ഒരു തുള്ളി രക്തം ജലവും കൊടുത്ത പോലെ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു. അവിടെയാണ് കരുണ പ്രവഹിച്ചത്. ഞാൻ ആ വ്യക്തിയെ അങ്ങ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. കർത്താവേ, ഇപ്പം എനിക്ക് മനസ്സിലായി, കരുണ എന്നത് നന്മ പ്രവൃത്തി ചെയ്യണവരോടോ, വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് ഇച്ചിരി കുപ്പായം കൊടുക്കണതോ, ആശുപത്രിയിലെ രോഗികളോട് ശുശ്രൂഷ ചെയ്യണതൊക്കെ കരുണയായിരിക്കാം. പക്ഷേ അതൊന്നുമല്ല കരുണയുടെ ഏറ്റവും വലിയ പോയിന്റ്. നമ്മുടെ ചങ്കിൽ കുത്തുന്ന നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മക്കള്, മരുമക്കള്, അല്ലെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകർ. ഇന്നത്തെ ജീവിതത്തിലെ വെല്ലുവിളി സഹപ്രവർത്തകരെ പേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കണേ. എപ്പോഴാണ് അവർ നമുക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യണത്, എപ്പോഴാണ് നമ്മളെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്തണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തിനു പറയണു, ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും എന്നെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. ഞാനപ്പോൾ എനിക്കത് മുഴുവനും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇയാളിപ്പോൾ വീണ്ടും എന്നെ തെറി പറയാനാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അപ്പോൾ എനിക്കൊരു SMS വന്നു, സോറി, ഫർഗീവ് മീ. ഇത്ര പെട്ടെന്ന് നീ ആ മനുഷ്യന്റെ ഹൃദയം മാറ്റിയോ? പക്ഷെ എങ്ങനെയാ മാറ്റിയത്? നമ്മുടെ ചങ്കിൽ നിന്നും ഒഴുകിയ കരുണയാണ്. സ്നേഹമുള്ളവരെ, കരുണയുടെ കവാടം ഇവിടെ അടഞ്ഞാലും കർത്താവിൻ്റെ ഹൃദയത്തിൽ അടയുന്നില്ല, നമ്മുടെ ഹൃദയത്തിലും അടയുന്നില്ല. നമ്മൾ പിശാചിനെ അല്ല പ്രഘോഷിക്കേണ്ടത്, പിശാചിനെ അല്ല ഭയപ്പെടേണ്ടത്. നമുക്കിതുപോലെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഴുവനും പിശാചാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് പിശാചിന് കൊടുക്കാതെ അത് കർത്താവിൻ്റെ കുരിശിൽ കർത്താവ് സഹിച്ച വേദനയിൽ നമ്മളെ പങ്കുകാരാക്കാൻ വേണ്ടിയാണെന്നും ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അന്ത്യവിധി സമയത്ത്
ക്രിസ്തു രാജൻ എഴുന്നള്ളി വരുന്ന സമയത്ത് CCCയിൽ പേജ് നമ്പർ 270. ഈ പേജ് നമ്പർ 270 എനിക്ക് ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ കാറ്റഗിസത്തിൽ 270 പേജ് എടുക്കാൻ പറഞ്ഞു. ഉടനെ ഞാനത് എടുത്തതിൽ ആദ്യം തന്നെ കാണുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സർവ അനീതികളെയും കീഴടക്കുന്നുവെന്നും ദൈവത്തിൻ്റെ സ്നേഹം മരണത്തേക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തും. നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് ഇങ്ങനെ ഭയന്ന് പേടിച്ച് ഇടതുവശത്തുള്ളവരെ തീയിലിടും, വലതുവശത്തുള്ളവരെ സ്നേഹത്തിൽ കൊണ്ടുപോകും, നമ്മളെങ്ങാനും തീയിലിടുമെന്നെല്ലാം പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പോപ്പ് ഫ്രാൻസിസ് അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ആ അന്ത്യവിധിയിൽ കർത്താവ് രാജാവായി എഴുന്നള്ളി വരുമ്പോൾ ആ എതിരേൽക്കാനായിട്ട് വലിയ സന്തോഷത്തോടെ കോൺവെക്കേഷനൊക്കെ പോകുന്ന മാതിരി ഒരുങ്ങി പോണം എന്നതാണ്. ആ ഒരുക്കം എന്നതിനെ സങ്കീർത്തനം 45 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എനിക്കറിയാവുന്ന മാതിരി ഒന്ന് പാടാൻ പോകാൻ കേട്ടോ, നിങ്ങൾ പാടണ്ട, കാരണം നമ്മൾ തമ്മിൽ ചേരൂല. എൻ്റെ അവശബ്ദമാണ്, നിങ്ങളുടെ നല്ല ശബ്ദമാണെങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ്. ഈ സങ്കീർത്തനത്തിൽ മുഴുവനും കർത്താവിശംശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതും രക്ഷാകര പദ്ധതിയുടെ ആരംഭം മുതൽ അവസാനം വരെ. അപ്പൊ ആ 45-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിച്ചാലും. വല്ലതും മനസ്സിലായോ? ആരാണ് ഈ രാജകുമാരി? രാജകുമാരി ആരാ? കർത്താവിൻ്റെ മണവാട്ടിയായ സഭയാകുന്ന എല്ലാ മനുഷ്യരും, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മനുഷ്യരും യേശുവിനെ അറിയും. എല്ലാ മനുഷ്യരും യേശുവിനെ സ്വീകരിക്കും. അതിനുശേഷമാണ് അന്ത്യം. അപ്പോഴാണ് യേശു യഥാർത്ഥ രാജാവാകുന്നത്. ഇത് വിശ്വസിച്ചാലേ നമ്മൾക്ക് വിശ്വാസത്തിന്റെ കഴമ്പുള്ളൂ. ലോകം മുഴുവനും ഇതാണ് പണ്ടേ മുതൽ നമ്മൾ കേൾക്കുന്നത്. ആ ശിശുവിനെയും കൊണ്ട് മാതാവ് ദേവാലയത്തിൽ ചെന്നപ്പോ പരിശുദ്ധാത്മാവിനാൽ നിവേശിതനായി ഒരു വൃദ്ധൻ, ഒരു യഹൂദ പ്രമാണി, ജെറുസലേം ദേവാലയത്തിലെ വർഷങ്ങളോളം തപസ്സിരുന്ന ആ ശിമയോൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി വരികയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വേഗം അങ്ങോട്ട് ചെല്ലൂ, ഇതാ നീ ഇത്രയും നാളും കാത്തിരുന്ന ആൾ അവിടെ വന്നിരിക്കുന്നു. അത് കണ്ടിട്ട് ശിമയോൻ പറഞ്ഞു, ഓ ഇനി എനിക്ക് മരിക്കാം. എന്താ പറഞ്ഞേ? എൻ്റെ കണ്ണുകൾ, എന്താ പറഞ്ഞ അവിടെ? My eyes have seen the salvation for all nations. എൻ്റെ കണ്ണുകൾ ലോകം മുഴുവന് വേണ്ടിയുള്ള രക്ഷകനെ കണ്ടിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷകനാണ്. ആ രക്ഷകൻ കുരിശിൽ ബലിയർപ്പിച്ചതിലൂടെയും പീഡാനുഭവത്തിലൂടെയും ഉയർപ്പിലൂടെയും ലോകം മുഴുവനും ഉള്ള രക്ഷ സംസ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എക്കോണമി ഓഫ് ദ സാൽവേഷൻ, അതിന്റെ വിതരണ വ്യവസ്ഥതയിലൂടെ അത് മുഴുവനിലേക്കും സാവധാനം ചെന്ന് എത്തിയിട്ടില്ല. അത് നമ്മളിലൂടെയാണ് എത്തേണ്ടത്. അങ്ങനെ കാലത്തിന്റെ തികവിൽ ലോകം മുഴുവനുമുള്ള, അതാണ് വചനം പറയുന്നത് മത്തായി 24:14 പറയുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം, ഭയപ്പെടുത്തുന്ന സുവിശേഷമല്ല, രാജ്യത്തിന്റെ ഈ സുവിശേഷം, കരുണയുടെ സ്നേഹത്തിന്റെ ഈ സുവിശേഷം എല്ലാവരുടെയും സാക്ഷ്യത്തിനായി, എല്ലാവരും ഇത് അറിയുന്നതിനായി, അത് അനുഭവിക്കുന്നതിനായി ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും.
അതിനുശേഷം ഇപ്പോഴും നമ്മൾ ഒരുപാട് മെസ്സേജ് കിട്ടും, ഇപ്പോൾ ഉടനെ അന്ത്യമാകും, അവിടെ അത് വന്നു, ഇവിടെ ഇത് വന്നു, ഇതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അന്ത്യം അപ്പോഴാണ്. അപ്പോൾ പരിശുദ്ധ പിതാവ് പറയാണ്, ആ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കരുണയാണ് ചിന്തിക്കേണ്ടത്. അവിടുത്തെ നീതി മനുഷ്യൻ ചെയ്യുന്ന സകല അനീതിയുടെയും മേൽ ട്രയംഫ്, ഇറ്റ് വിൽ വിജയം പ്രാപിക്കും. ആ വിജയ പതാകയുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ആ വിജയ പതാകയുടെ രഹസ്യം എല്ലാ ജാതി മതസ്ഥരും യേശുവിനെ ആരാധിക്കുന്നു. സകല മുട്ടുകളും മടങ്ങും, സകല നാവുകളും അവനെ സ്തുതിക്കും. ആ സമയത്ത് ഈ സഭ അതാണ് സഭ മുഴുവനും ഒറ്റ വ്യക്തിയായി മാറി, മണവാട്ടിയായി മാറി. രാജാവിൻ്റെ മണവാട്ടിക്ക് എന്താ പറയാ? രാജകുമാരി. ആ രാജകുമാരി സ്വർണ്ണക്കശവുടയാട ചാർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ അന്ത്യദിനത്തിൽ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ഇപ്പോൾ മരിച്ചാൽ ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ജീർണിക്കുന്നു എങ്കിലും അന്ത്യദിനത്തിൽ അത് ഉയർത്തെഴുന്നേറ്റ്, അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ കുർബാനയിലെ പ്രത്യേക ഒന്നാണ്. സർവാധിപനാം കർത്താവേ എന്ന് പാടുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ നൽകുന്നു. അതിപ്പോ നമ്മൾ വിശ്വസിക്കുകയും ആ ഉത്ഥാനത്തിന്റെ ഒരു മുൻകൂർ അനുഭവം ഈ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള പ്രാർത്ഥന. നമ്മളിതൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. ഇന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. സർവാധിപനാം കർത്താവ് കഴിഞ്ഞിട്ട് അച്ഛൻ പറയുന്ന പ്രാർത്ഥന എന്താ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് കാണാപ്പാടൊന്നും പറയാമോ? സർവാധിപനാം കർത്താവ് പാടിക്കഴിഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരെങ്കിലും ഒന്ന് പറയാമോ? പെട്ടെന്ന് ഒറ്റ 2 സെക്കൻഡ് കൂടി ഉള്ളൂ. ഇല്ല. പ്രൈസ് ദ ലോർഡ്. വെരി ഗുഡ്. ഒരു കയ്യടി കൊടുത്ത് ഒരാൾ മുഖാന്തരം രക്ഷപ്പെട്ടു നിങ്ങളെല്ലാവരും. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും. എന്നാ ഉയർപ്പിക്കുന്നത്? അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ പോകുന്ന ആ ഉയർപ്പിന്റെ ഒരു അച്ചാരമായിട്ട്, മുൻകൂർ അനുഭവമായിട്ട് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ അത് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ജീവനെ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരണത്തിന് മുൻപുള്ള അനുരഞ്ജന പ്രാർത്ഥനയിൽ ദാസരുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നെല്ലാം പറയുന്ന ആ സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അവിടെയും നമ്മൾ ഈ വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങളെ നമ്മൾ സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാന നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ഓക്കെ, സമയം കഴിയാറായി. അന്ത്യവിധി വരാൻ പോവുകയാണ്. ഇപ്പോൾ രാജാവ് വരുന്നു. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? പരിശുദ്ധ പിതാവ് പറയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകും, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ. അപ്പൊ ഈ സഹായകൻ എവിടം വരെ നമ്മുടെ കൂടി ഉണ്ടാകണം? എന്നേക്കും ഉണ്ടാകണം. പരിശുദ്ധ പിതാവ് പറയാണ്, യു വിൽ ഹാവ് 2 advocates with you to plead for you. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്. ആരെല്ലാമാണ് 2 അഡ്വക്കേറ്റ്? ഒന്ന്, കർത്താവ് ഈശോ മിശിഹ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഈശോ മിശിഹ. 2, ആ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു, ഞാൻ മറ്റൊരു അഡ്വക്കേറ്റിനെ കൂടി നിങ്ങൾക്ക് തരും. അതാരാണ്? പരിശുദ്ധാത്മാവ്. ഇപ്പോ ചിന്തിക്കുക, വിധി നടക്കാൻ പോവുകയാണ്. രാജാവ് എഴുന്നള്ളുന്നു വരുന്നു. നമ്മുടെ ശരീരങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
രാജകുമാരി സ്വർണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അപ്പോ അവിടെ ഉദാഹരണത്തിന് എന്റെ വിധി നടക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെ എന്റെ പേര് വിളിക്കപ്പെട്ടു, കൊടിയൻ തോമസ് പോൾ. യെസ്, ഐ ആം റെഡി. ഇപ്പൊ ഉടനെ എന്റെ 2 അഡ്വക്കേറ്റുമാരും ടക 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 എന്ന് പറഞ്ഞ് ഓടിങ്ങ് വരും. വരുവോ ഇല്ലയോ? അതാണ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മനസ്സിലായ അഡ്വക്കേറ്റിന്റെ പണി എന്താന്ന്? അഡ്വക്കേറ്റിന്റെ പണി നമ്മുടെ രോഗശാന്തി നൽകുന്നതും നമ്മളെ ശുദ്ധീകരിക്കുന്നതും മാത്രമല്ല. അഡ്വക്കേറ്റിന്റെ പണി എപ്പോഴാ? പ്രധാനമായിട്ടും കോടതിയിൽ വിധി നടക്കുന്ന നേരത്തല്ലേ. അഡ്വക്കേറ്റ് നമ്പർ 1 പറയുകയാണ്, ഐ ആം അഡ്വക്കേറ്റ് നമ്പർ 1 ഫോർ തോമസ് പോൾ. ഓക്കെ, ഈ തോമസ് പോൾ ഇവന്റെ ജീവിതകാലത്ത് നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ഞാൻ കുരിശിൽ ഏറ്റെടുത്ത് അത് പരിഹാരം ചെയ്യുകയും അതിവൻ വിശ്വസിക്കുകയും ആ വിശ്വാസം ഇവൻ ഏറ്റുപറയുകയും ആ വിശ്വാസത്തിലൂടെ ഇവൻ ദൈവത്തിന്റെ കരുണയും കൃപയും നിറഞ്ഞവനായിരിക്കുന്നത് കൊണ്ട് ആ പാപങ്ങൾ ഒന്നും ഇപ്പൊ നമ്മുടെ പുസ്തകത്തിലേ ഇല്ല. എല്ലാം മാറ്റുകളയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങയുടെ നീതിയുടെ പുടവാണിയിച്ചുകൊണ്ട് രാജസന്നിധിയിലേക്ക് സ്വീകരിച്ചാലും ഭയങ്കര കൈയടി. വേണമെങ്കിൽ കൈയടിച്ചോട്ടോ, അടിക്കെന്തെങ്കിലും ആവട്ടെ. ഇത് കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് ഓടി വന്നിരിക്കുക. അഡ്വക്കേറ്റ് നമ്പർ 2 പരിശുദ്ധാത്മാവ് പറയാണ്, ഈ തോമസ് പോൾ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിന്റെ നിരവധി വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയും അനേകം ആത്മാക്കളെ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും നയിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡലും ഒരു കിരീടവും അണിയിച്ച് സ്വീകരിച്ചാലും രാജകുമാരി സ്വർണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് രാജാവ് എഴുന്നള്ളി വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത്. അനന്തരം രാജാവ് പറഞ്ഞു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രാജ്യം നിങ്ങൾ സ്വന്തമാക്കുവിൻ. സ്വന്തമാക്കാൻ എന്നു മുതൽ ഒരുക്കിയിരിക്കുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ ഒരുക്കിയിരിക്കുന്ന ഇത് നിങ്ങൾ സ്വന്തമാക്കുവിൻ. ഇടതുവശത്തിരിക്കുന്നവരോട് പറയും, നിങ്ങളെ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും. ആരായിരിക്കും അവിടെ ഇരിക്കുന്നത്? പറയും. നിങ്ങൾ ആരെങ്കിലും അവിടെ ഇരിക്കുമോ? നിങ്ങൾ അവിടെ ഉണ്ടാകുമോ? പറയും. ഒരു മിനിറ്റ് കൂടി, ഒരു 2 പേരൊന്ന് വരാമോ? ചേട്ടൻ വായോ, ഒരു ചേട്ടൻ വാ, അല്ലെങ്കിൽ 2 പേരൊന്ന് വന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ. അച്ഛൻ ഒരു മിനിറ്റ് കൂടി, പെട്ടെന്ന് സമയം കഴിഞ്ഞു. 2 പേര് വായോ. ഇപ്പോൾ ഒരു മഹാപാപിയാണ് ഉദ്ദേശിച്ചോ? ഒരു മഹാപാപി. വാ ചേട്ടൻ വാ, ചേട്ടൻ വാ, വായോ കം. ഒരു ചേട്ടൻ ഈ വസ്തു വായോ, ഇച്ചിരി പ്രായമായ ആളല്ലേ, യു കം. ഇത് വലിയൊരു ഇപ്പൊ ഈ ഒറ്റ ഡെമോൺസ്ട്രേഷൻ കൊണ്ട് കാര്യം മനസ്സിലായി. യു കം ദിസ് സൈഡ്. ഒരു മഹാപാപിയുടെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. ഞാനിപ്പോ ഒരു മഹാപാപിയായിട്ട് അഭിനയിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ റോള് പിശാചിന്റെ റോളാണ്. എന്നെ നരകത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിരീശ്വരവാദവും പാപവും എല്ലാം നൽകിക്കൊണ്ട് ഇദ്ദേഹം എന്നെ നരകത്തിലേക്ക് പിടിക്കുകയാണ്. വലിച്ചോ? ഇത് വലിക്കുന്ന സമയത്ത് ഇവിടെ വയോ കണ്ടു നിൽക്കുന്നത് ആരാ? കർത്താവ് ഈശോ മിശിഹയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കത്തോലിക്ക സഭ മുഴുവനും ആണോ? കത്തോലിക്ക സഭയാണ്. ഈ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും
അച്ഛന്മാരെല്ലാവരും എത്ര അച്ഛന്മാരുണ്ട്? 5 ലക്ഷത്തിൽ പരം അച്ഛന്മാരും മാർപ്പാപ്പ സകല പുണ്യവാളന്മാരെല്ലാവരും കൂടി തോമസ് പോളിനെ നരകത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കുമോ? പിടിച്ചു വലിച്ചോ, വലിക്ക്. കണ്ടോ? ഇപ്പൊ ആര് ജയിക്കും? പറയും. ആര് ജയിക്കും? പറയും. ഇപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാവുന്നത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, എല്ലാവരും നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ തോമസ് പോളിനെ സ്വർഗത്തിലേക്ക് ആനയിക്കണേ. താങ്ക് യു. ഇപ്പൊ പാപി സ്വർഗത്തിൽ കയറുമോ? പാപി സ്വർഗത്തിൽ പോകുമോ? നമ്മുടെ വെല്ലുവിളി ഇതാണ്. ലോകത്തിലുള്ള സകല പാപികളെയും കർത്താവിന്റെ കാരുണ്യത്തിലൂടെ സ്വർഗത്തിൽ കയറ്റുക എന്നതാണ് നമ്മുടെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറയാം. ക്രിസ്തുരാജന്റെ ഈ പെരുന്നാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നതോടൊപ്പം നിങ്ങൾ അഭിമാനിക്കുക. ഈ വിശ്വാസത്തിന്റെ ഈ മഹത്വത്തിൽ നമ്മൾ അഭിമാനിക്കുക. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ അന്ത്യദിനത്തിൽ വരുന്ന ആ രാജാവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് വിശ്വസിക്കുക. അതാണ് പറഞ്ഞത്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ. സ്വർഗരാജ്യത്തിന്റെ പൂർണ്ണത ഈ സമയത്താണ്. രാജാവ് എഴുന്നള്ളി. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടുകൂടി കർത്താവ് ശോമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു.